ജ്യോതി മൽഹോത്ര നമ്മുടെ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ വ്ളോഗറാണ്. ഈ ട്രാവൽ വ്ളോഗറാണ് ജ്യോതി മൽഹോത്ര. ജ്യോതി മൽഹോത്രയുടെ വാട്സപ്പ് ചാറ്റുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് പാകിസ്ഥാനിലെ ഈ ചാരസംഘടനയായ ISIയുടെ ഉദ്യോഗസ്ഥൻ അലി ഹസനുമായിട്ടുള്ള ചാറ്റുകൾ, പിന്നീട് അല്ലാതുള്ള ചാറ്റുകളും എല്ലാം വരുന്നുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, പാകിസ്ഥാനിൽ കല്യാണം കഴിക്കണം എന്നാണ് ജ്യോതി മൽഹോത്രയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരു പാകിസ്ഥാൻകാരനെ കല്യാണം കഴിക്കണം. അപ്പോൾ അത്രമാത്രം ആഴത്തിലുള്ള അടുപ്പം പാകിസ്ഥാനിലെ ആളുകളുമായി ഉണ്ടായിട്ടുണ്ട്. അപ്പം കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ജ്യോതി മൽഹോത്രയുടെ ചാറ്റ് പുറത്ത് വരുമ്പോൾ അതുപോലെ തന്നെ മറ്റ് പലരെയും ഇപ്പോൾ പിടിക്കുന്നുണ്ട്. നമ്മുടെ അന്വേഷണ ഏജൻസികൾ പിടികൂടുന്നുണ്ട്. പലരും മാളത്തിൽ ഒളിച്ചിരുന്ന ആളുകളാണ്, അവരെല്ലാം പിടിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് ജ്യോതി മൽഹോത്ര. വലിയ അടുപ്പം ഇവർക്ക് ഉണ്ട്. അതുമാത്രമല്ല, ഇൻസ്റ്റയിൽ 1 മില്യൺ ഫോളോവേഴ്സാണ് ഇവർക്കുള്ളത്. അങ്ങനെയുള്ള ഒരാളാണ് രാജ്യത്തിനെ ചതിച്ചത്. അപ്പോൾ അത്രയും ആളുകളെ കൂടി ചതിക്കുകയായിരുന്നു ഈ ജ്യോതി മൽഹോത്ര ചെയ്തത്. ഒരു ചതിച്ചതിനപ്പുറം ഇപ്പം പല ദേശീയ മാധ്യമങ്ങളും അവരുടെ എക്സ് പേജിലൂടെ ഒരുപാട് വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിലുള്ള IB ഉദ്യോഗസ്ഥരുടെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് പല വാർത്തകളും വരുന്നത്. ഇപ്പോൾ ഇവരെ ഇപ്പോൾ IB ചോദ്യം ചെയ്തു, മിലിറ്ററി ഇൻ്റലിജൻസ് ചോദ്യം ചെയ്തു, അങ്ങനെ NIA ചോദ്യം ചെയ്തു, അങ്ങനെ വിവിധ ഏജൻസികൾ ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും വളരെ ദുഃഖകരമായി, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് കേൾക്കുമ്പോൾ ദുഃഖകരമായി തോന്നുന്ന ഒരു കാര്യം, ഈ രാജ്യത്തിൻ്റെ വിവരങ്ങൾ അവർക്ക് ചോർത്തിക്കൊടുത്തതിൽ തനിക്ക് യാതൊരു ഖേദപ്രകടനവും കാണിക്കുന്നില്ല എന്നിവർ പറഞ്ഞു. അവർക്ക് യാതൊരു ദുഃഖവും തനിക്കില്ല എന്ന് പറഞ്ഞതായിട്ടാണ് ന്യൂസ് എക്സ് എന്ന് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുമാതിരി NDTV ഒഴികെ മിക്കവാറും എല്ലാ മാധ്യമങ്ങളുടെയും എക്സ് പേജിൽ ഇതുണ്ട്. അതുപോലെ ന്യൂസായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളമായിട്ട്. ഇവരെ ചോദ്യം ചെയ്യുന്നത് ഇപ്പോഴും തുടരുകയാണ്. ആദ്യം ഹരിയാന പോലീസ് ചോദ്യം ചെയ്തപ്പോൾ നമ്മളത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അന്ന് തന്നെ ഞാൻ പറഞ്ഞത് NIA-യിലേക്കും മിലിറ്ററി ഇൻ്റലിജൻസ് IB അടക്കമുള്ളിടത്തേക്ക് പോകാൻ പോവുകയാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ വിവിധ ഏജൻസികൾ ചോദ്യം ചെയ്യുമ്പോഴൊക്കെ തന്നെ ഇവർ പറയുന്നൊരു മറുപടി, തനിക്കിതിൽ ദുഃഖമില്ല. പക്ഷേ ഈ ജ്യോതി മൽഹോത്രയുടെ അച്ഛൻ ഇതിന് ശേഷം ഒരു വാർത്താ സമ്മേളനം നടത്തിയത് ഓർമ്മയുണ്ടോ? മകള് പലയിടത്തും പോയിട്ടുണ്ട്, ഒരു ട്രാവൽ ബ്ലോഗറാണ്, അപ്പോൾ പലയിടത്തും സഞ്ചരിക്കും. അതുകൊണ്ട് അവൾ രാജ്യദ്രോഹിയാണ്, ചാരവനിതയാണെന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി പറയേണ്ടി വന്നല്ലോ. NIA അങ്ങ് വീട്ടിൽ ചെന്നു. NIA വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ മൊത്തം റെയ്ഡ് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അദ്ദേഹത്തിൻ്റെ പേര് ഹരീഷ് മൽഹോത്ര പറഞ്ഞു, മകൾ എന്തിനാണ് പാകിസ്ഥാനിൽ പോയെന്ന് എനിക്കറിയില്ല, ദില്ലിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് പോയത്. കോവിഡിന് മുമ്പ് വരെയും ദില്ലിയിലാണ് അവർ ജോലി ചെയ്തിരുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല. ചോദ്യങ്ങളെല്ലാം കറക്റ്റായിട്ട് എത്തിയപ്പോൾ അദ്ദേഹം ഇന്ന് മാറ്റി പറയേണ്ടി വന്നു. അപ്പോൾ ഇത് 2023 മുതൽ അവരിവിടുത്തെ വിവരങ്ങൾ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരിവിടെ നമ്മുടെ കേരളത്തിൽ വന്നവർ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ അവർ പകർത്തി. വെറുതെ അല്ല, കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ചിത്രങ്ങൾ പകർത്തി. അതുപോലെ തന്നെ കൊച്ചിയിലാണ്, നമ്മൾക്ക് ഇവിടെയാണല്ലോ INS വിക്രാന്തൊക്കെ നിർമ്മിച്ചതും, ഇവിടെയാണ് കുറേ കാലം അത് കിടന്നതും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രധാനമായിട്ട് തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ്. നമുക്ക് ഇപ്പോൾ അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമുക്ക് വലിയ സീരിയസ് ആയിട്ട് തോന്നുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ്. ഈ ചില പിള്ളേര് നമ്മുടെ നേവൽ ബേസിന്റെ ഏരിയ കിടന്നിട്ട് പിന്നെ കറങ്ങിയിട്ട് അവിടെ വണ്ടി കൊണ്ട് നിർത്തുമ്പോഴത്തേക്ക് അവർ പോകാൻ പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മളെ വെറുതെ പറഞ്ഞു വിടുന്നെങ്കിൽ അത് അധികം സുരക്ഷാ കേന്ദ്രമാണത്. അവിടെ ഷിപ്പ്യാർഡിന്റെ ഏരിയ ഒക്കെ അവിടെ അധികം നേരം നിർത്തിയിടാനൊന്നും അവർ സമ്മതിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഒരു ഏരിയയാണത്. അപ്പോൾ ഇങ്ങനെയുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇവർ ചോർത്തി കൊടുത്തു. അത് മാത്രമല്ല, ഇവിടെ നിന്നും പാകിസ്ഥാനിൽ ആദ്യം പോകുന്നത് 2023 ഈ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലേക്ക് ന്യൂഡൽഹിയിലേക്ക് പോകുന്നത്. ന്യൂഡൽഹിയിലെ ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് പോകുന്നത്. അവിടെയാണ് ഈ ഡാനിഷിനെ ഇവർ പരിചയപ്പെടുന്നത്. എഹ്സാനൂർ റഹീം എന്നാണ് അവൻ്റെ പേര്. അവനെന്ന് വിളിച്ചാൽ മതി, ചാരനാണ് അവൻ. അപ്പോൾ ഇവനൊരു ചാരനാണ്. അപ്പോൾ ഇവനെ പരിചയപ്പെടുന്നു. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ അവിടെയുള്ളൊരു അലി ഹസൻ, അയാളെ ഇവർക്ക് കണക്ട് ചെയ്തു. വിസ സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തു. പാകിസ്ഥാനിലേക്ക് അവിടെ നിന്നും ഇവർ ഈ അലി ഹസനെ പോയി കാണുകയാണ്. പാകിസ്ഥാനിലെത്തിയിട്ട് അവിടെ ലാഹോറിൽ അലി ഹസനെ പോയി കാണുന്നു. അലി ഹസൻ അവിടുത്തെ ISIയുടെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഷാക്കിർ, റാണ ഷഹബാസ് എന്നീ 2 പേരുടെ
രണ്ടുപേരുമായിട്ട് ഇവരെ ബന്ധപ്പെടുത്തുന്നു, പരിചയപ്പെടുത്തുന്നു. തുടർന്ന് ഇവർ വഴിയാണ് അവരവിടെ കുറച്ച് നാൾ താമസിച്ചത്. ഇവർ മൊത്തത്തിൽ 2023 ശേഷം ഒരു വ്ളോഗർ 2025 വരെ എന്തിനാണ് പാകിസ്ഥാൻ 3 തവണ സന്ദർശിച്ചത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. 3 തവണയാണ് പോയത്. ഈ വർഷം പിന്നെ ഏതാണ്ട് ഒരു 3 മാസം മുമ്പ് ഇവർ പോയിട്ടുണ്ട് ഈ സ്ഥലത്തേക്കൊക്കെ. മാർച്ച് മാസത്തിലാണ് ഇവരവിടെ ലാസ്റ്റ് പാകിസ്ഥാനിലേക്ക് പോകുന്നത്. സാധാരണ ഒരു പൗരൻ, ഇന്ത്യൻ പൗരൻ അവരവിടെ കയറ്റാറില്ല. അപ്പോൾ ഇവരവിടെ നിന്നും തലക്കെട്ടോട് കൂടി കൊടുക്കുന്ന വാർത്തകൾ, ലാഹോറിൽ ഇന്ത്യൻ പെൺകുട്ടി, പിന്നെ ഓരോ സ്ഥലങ്ങളിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. കടാസ് രാജ് ക്ഷേത്രത്തിൽ ഇന്ത്യൻ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ തള്ളയുടെ ഓരോ പോസ്റ്റുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ വ്യാപകമായി പോസ്റ്റുകൾ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അതായത് അവർ പറയുന്നത് പാകിസ്ഥാൻ ഒരു മികച്ച രാഷ്ട്രമാണ്, അവിടുത്തെ ട്രെയിനിലെ സൗകര്യങ്ങൾ, അതുപോലെ ബസ്സിലെ സൗകര്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്ത്യക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇന്ത്യയിലെ യുവതികളെ ആകർഷിക്കുന്ന തരത്തിൽ, അതായത് പാകിസ്ഥാനിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ ഇൻ്റലക്ച്വലി കുത്തിവെച്ചത്. അതാണ് കണ്ടുപിടിച്ചത്. ഇപ്പോൾ ഇവർക്കെതിരെ ഇതിനു മുമ്പ് തന്നെ കപിൽ ജെയിൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. കപിൽ ജെയിൻ എന്ന് പറയുന്ന എക്സിലൊരു പേജുണ്ട്. കപിൽ ജെയിൻ 2024 NIA ടാഗ് ചെയ്തുകൊണ്ട് ഒരു എക്സിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപിൽ ജെയിൻ പറഞ്ഞത്, ഈ സ്ത്രീയെ നിങ്ങൾ സൂക്ഷിക്കണം. കഴിഞ്ഞ വർഷമാണ് അയാൾ പോസ്റ്റ് ഇട്ടത്. ഇവർ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നടന്ന ഒരു ചടങ്ങിൽ ഇന്ത്യൻ പൗരയായിട്ടുള്ള എന്നാൽ ഒഫീഷ്യലി യാതൊരു പദവിയും ഇല്ലാത്ത ഇവർ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത മാസം ഇവർ കാശ്മീരിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കപിൽ ജെയിൻ എന്ന് പറയുന്ന പോസ്റ്റിൽ നിന്നും NIA ടാഗ് ചെയ്തത്. അന്ന് മുതൽ ഇവർ NIAയുടെ നോട്ടത്തിലാണ്. നമുക്കൊന്നും വേണ്ട, നമ്മൾക്ക് ഒരാളുടെ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു, നമുക്ക് ഒരാളെ പറ്റി ബോധ്യപ്പെട്ടാൽ NIAയുടെ കൊണ്ട് ടാഗ് ചെയ്തിട്ടാൽ മതി എക്സിൽ. അവർ നോക്കും, അവർ കറക്റ്റാണ്, അവർക്കതിന് വേണ്ടി ടീമുണ്ടെന്നേ. എന്ന് വെച്ചാൽ പാവട്ട റോഡിൽ കൂടെ പോകുന്ന ഇപ്പം ഞാൻ വെറുതെ ഇരിക്കുന്ന നിങ്ങളെ പറിച്ചിട്ട് ജോൺ ഒരു തീവ്രവാദിയാണ്, ഇയാളുടെ എറണാകുളത്തേക്കുള്ള യാത്രകൾ മുഴുവൻ പ്രശ്നമാണ്, അതൊന്നും ചെയ്യില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് കപിൽ ജെയിൻ ചെയ്തത് വളരെ തെളിവോട് കൂടിയാണ് ചെയ്തത്. കപിൽ ജെയിൻ ഇവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഓരോ വീഡിയോസിൻ്റെ ഡേറ്റും സ്ക്രീൻഷോട്ടും എല്ലാം വെച്ചുകൊണ്ടാണ് കൊണ്ടുപോയി ടാഗ് ചെയ്ത് കൊടുത്തത്. അന്ന് മുതൽ NIA ഇവരെ NIA അത് കപിൽ ജെയിൻ പറയേണ്ട ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായിട്ട് ഈ പറയുന്നത് പോലെ പുറത്തേക്ക് കോളുകൾ പോവുകയും തിരിച്ച് കണക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അവരുടെ റഡാറിൽ കയറിക്കോളും, തന്നെ കയറിക്കോളും. ഇവിടെ കിടന്ന് ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ ജയ് വിളിക്കുന്ന പോലെ ഒന്നുമല്ല. പാകിസ്ഥാനിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ പോകുന്നുണ്ട് എന്ന് ഏതെങ്കിലും രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരത് തപ്പിയെടുത്തോളും. അതിന് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ജ്യോതി മൽഹോത്ര ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ചാറ്റ്, അതുപോലെ ടെലഗ്രാം, വാട്സപ്പ് ഇവ വഴിയാണ് ഇവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ ഷാക്കിർ എന്ന് പറയുന്ന ആളുടെ പേര് ഒരു ഹിന്ദു നെയിമിലാണ് ഇവർ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത്. ഒരു ഹിന്ദു നെയിമിൽ ഇവർ സേവ് ചെയ്തിരിക്കുകയാണ് ഷാക്കിർ. അതായത് ഷാക്കിർ എന്ന് പറയുന്ന ISI ഉദ്യോഗസ്ഥനാണ്, പാക് ചാരസംഘടനയായിട്ടുള്ള ISIയിലെ ഉദ്യോഗസ്ഥനാണ് ഷാക്കിർ. ഇതിൽ തന്നെ മറ്റൊരു കാര്യം, ഇവർക്ക് അവിടുത്തെ ഒരു ചാരസംഘടനയിലെ ഒരാളുമായിട്ട് പ്രണയബന്ധമുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ പോയി അവർക്ക് കല്യാണം കഴിച്ച് ജീവിക്കണമെന്ന് പറയുന്നത്. അതെ, അത് ഒരു പ്രണയബന്ധമുണ്ട് എന്നുകൂടി ഇവരുടെ ചാറ്റിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രണയവും ഇതിനകത്ത് ഉപയോഗിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. അതിർത്തിക്ക് അപ്പുറമുള്ള പ്രണയവുമൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കപ്പെടുന്ന, അതായത് ചാരപ്രവർത്തിക്ക് ഉപയോഗിക്കപ്പെടുന്ന ഒരു പരിപാടിയാണ് ഇതൊക്കെ. ഹണി ട്രാപ്പ് പോലെയുള്ള അങ്ങനെയുള്ള പരിപാടികളും ഇതിനകത്ത് ഉണ്ട്. അതിൽ ഇവരിങ്ങനെ വ്യാപകമായി 3 തവണ പാകിസ്ഥാനിലേക്ക് പോയി. ഇത് പോരാതെ ഇവർ ഷാക്കിറിനൊപ്പം ഇന്തോനേഷ്യയിലെ ബാലി ദ്വീപ് സന്ദർശിച്ചു. ഷാക്കിർ, അതായത് ഷാക്കിർ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ചാരസംഘടനയിലെ ഇയാളുമായിക്കൊപ്പം ഇവർ ബാലിയിലേക്ക് പോയി. അതെന്തിനാ? ISI ഏജന്റുമായിട്ട് ഇവരെന്തിനാണ് ഇന്തോനേഷ്യയിലെ ബാലിയിലേക്ക് പോകുന്നത്? ഒപ്പം ഇവർ ചൈന സന്ദർശിച്ചിട്ടുണ്ട് എന്നുകൂടി രഹസ്യാന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നു. ഇവരുടെ അപ്പോൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു കോട്ട് ചെയ്തുകൊണ്ടൊരു കാര്യം പറയാം. അവർ പറയുന്നത്, ദേശീയ അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്, ഇവരെ പോകുന്നതല്ല പ്രശ്നം,
അവർ രണ്ട് തരത്തിൽ അവിടെ ഉപയോഗിക്കപ്പെടുന്നു. ഒന്ന്, പാകിസ്ഥാനിലെ ഇല്ലാത്ത കഥകൾ, ഇല്ലാത്ത സുഖ സൗകര്യങ്ങളെക്കുറിച്ച് ഇന്ത്യയിൽ ചർച്ചയാക്കി ഇന്ത്യയെ താരതമ്യപ്പെടുത്താൻ നോക്കുന്നു. രണ്ട്, ഇവിടുത്തെ വിവരങ്ങൾ അവർക്ക് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം ഉണ്ടാക്കുന്നു എന്ന് കൂടാതെ അവിടെ നിന്ന് പണം വരികയും ആ പണം സ്വീകരിക്കുകയും അതുപയോഗിച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഇവർ അവിടെ കശ്മീർ സന്ദർശിച്ച് ഏതാനും മാസങ്ങൾക്കിപ്പുറമാണ് പഹൽഗാമിൽ ആക്രമണം ഉണ്ടായത്. ആ സ്ഥലത്ത് ആക്രമണം ഉണ്ടായത്. ആ ആക്രമണം ഉണ്ടായി ഹൈക്കമ്മീഷനിലേക്ക് കേക്കുമായി പോയ ഉദ്യോഗസ്ഥനൊപ്പം ഇവർ നിൽക്കുന്ന ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്. ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം അവിടേക്ക് കേക്ക് കട്ട് ചെയ്യുന്ന ഒരു ചടങ്ങ് അവിടെ നടന്നു. അവർക്ക് മറുപടിയില്ലായിരുന്നു. എന്തിനായിരുന്നു നിങ്ങൾ കേക്ക് കട്ട് ചെയ്തു എന്ന് പറഞ്ഞതിനകത്ത് മറുപടി ഇല്ലാതായി. അപ്പോൾ അവരുടെ കേക്ക് കട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുമായി ഇവർ നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടി ഇക്കാര്യത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പോഴും കുറ്റബോധം ഇല്ലാത്ത സ്ഥിതിക്ക് ഇവരെ ഇനി പുറത്തേക്ക് വിടുക എന്നുള്ളത് അബദ്ധമാണ്. അതെ, ഏതെങ്കിലും ഇനിയിപ്പോൾ ഈ പറയുന്ന ഗവൺമെൻറ്റുകളൊക്കെ മാറി വന്നാലും ദേശീയ സുരക്ഷയെ മാനിച്ച് ഇത്തരക്കാരെ പുറത്തു വിടാതിരിക്കുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. ഇവിടെ കിടന്ന് മനുഷ്യാവകാശമൊക്കെ പറയുന്നവന്മാരെയും ഓടിക്കണം. അതെ, ഇത്തരക്കാർക്ക് വേണ്ടി മനുഷ്യാവകാശം ഇവിടെ സാധാരണക്കാർക്ക് ജീവിക്കേണ്ടേ ഈ നാട്ടിൽ? അവർക്ക് സുരക്ഷിതമായി ജീവിക്കണ്ടേ? സാധാരണക്കാർക്ക് ജീവിക്കണം. ഇങ്ങനെ രാജ്യത്തെ ഒറ്റുകൊടുത്ത് ജീവിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതം എന്തിനാണെന്ന് ആലോചിക്കുന്നത്. അതെ, ഇതിനേക്കായി നല്ലത് വേറെ എന്തെങ്കിലും ജോലി ചെയ്യും. അല്ലെ യൂട്യൂബിൽ നിന്ന് തന്നെ നല്ല വരുമാനം ഉണ്ടല്ലോ. പിന്നെ ഇഷ്ടം പോലെ 3.5 ലക്ഷം ഫോളോവേഴ്സ് ഉള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ്. അതെ, യൂട്യൂബിൽ നിന്ന് വരുമാനത്തിനകത്ത് എന്ത് ബുദ്ധിമുട്ടാണ്. കാരണം വീഡിയോസിൻ്റെ ഒക്കെ ഡ്യൂറേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നല്ലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു പണം കൂടുതലായിട്ട് വേണം എന്നുള്ള അർത്ഥം. പിന്നെ ഇവരെ ഈ പറയുന്ന പോലെ ഇവരെ അങ്ങ് മെന്റലി അടിമപ്പെടുത്തി കളയും. അത് വളരെ എളുപ്പമാണ്. ഒരു പ്ലാനിങ് ആണല്ലോ. അത് അവരുടെ ഒരു പ്ലാനിങ് ആണ്. ഈ പാകിസ്ഥാനിലുള്ള ചില ചാരസംഘടനാ ഉദ്യോഗസ്ഥർക്ക് ഇവർക്ക് വളരെ ബുദ്ധിപൂർവ്വമായിട്ട് അതിനുള്ള ട്രെയിനിങ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള സ്ത്രീകളെ ബുദ്ധിപൂർവ്വം വലയിലാക്കാൻ അവരെ കൊണ്ട് സാധിക്കും. വളരെ ബുദ്ധിപൂർവ്വം. അത് പണ്ട് രാജാക്കന്മാരുടെ കാലത്തെ ഈ പരിപാടി ഉണ്ടായിരുന്നതാണ്. പല രാജ്യങ്ങളും വീണിട്ടുള്ളത് രാജകുമാരന്മാർ എന്താ സ്ത്രീ സൗന്ദര്യം ആസ്വദിക്കാൻ പോയതിൽ മനം മതിർന്നു പോയ എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവസാനം അങ്ങനെ അത് വലിയ ചരിത്രമാണ്. ഞാൻ പറയാം, ഒരു വലിയ രാജാവിൻ്റെ കഥയുണ്ട്, അതൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടി ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പം സത്യത്തിൽ ഈ രാജ്യം വളരെ ആശങ്കയിൽ നിൽക്കുകയാണ്. സോഷ്യൽ മീഡിയ നേരത്തെ തന്നെ നമ്മളുടെ ഇൻ്റലിജൻസ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ പാകിസ്ഥാൻ നോട്ടമിടുന്നു, അവരെ കൈക്കലാക്കാൻ നോക്കുന്നു. ഇവരങ്ങോട്ട് തുടർച്ചയായി പോകുമ്പോൾ തന്നെ ഇവരെ പിടിക്കണമായിരുന്നു. ഇവർ മൂന്ന് തവണ പോയല്ലോ. 3-ാം തവണ പോയി ഇറങ്ങിയപ്പോൾ തന്നെ പിടിക്കണമായിരുന്നു. പിടിച്ചിരുന്നെങ്കിൽ കാര്യം അറിയാൻ പറ്റുമായിരുന്നു. നമ്മളുമായിട്ട് ശത്രുതയിലുള്ള ഒരു രാജ്യത്ത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോവുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ബന്ധു, അങ്ങനെ നമ്മൾ വീസ അവർക്ക് അനുവദിച്ച് കൊടുക്കാറുണ്ട്. അവരുടെ ചില ബന്ധുക്കൾ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം അപ്പുറവും ഇപ്പുറവുമായി പോയ ഒരുപാട് പേരുണ്ടല്ലോ. അവർക്ക് പരസ്പരം കണ്ടുമുട്ടുന്നതിനൊക്കെ തന്നെ രാജ്യം വിസ സൗകര്യം അവർക്ക് അനുവദിച്ച് കൊടുക്കാറുണ്ട്. അവർ നമുക്കും അനുവദിച്ച് തരാറുണ്ട്. ഇങ്ങനെ യാതൊരു ബന്ധവും ഇവർക്കില്ല. ഇവരുടെ പൂർവികരാരും അവിടെ ഇല്ല. ഇവർക്ക് പ്രത്യേകിച്ച് അവിടെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അങ്ങനെ ഇരിക്കെ 3 തവണ 2023-നും 2025-നും ഇടയിൽ 3 തവണ ഒരു സ്ത്രീ അവിടെ സന്ദർശിക്കുമ്പോൾ അതിൻ്റെ അപകടം നേരത്തെ തന്നെ മനസ്സിലാക്കണമായിരുന്നു. അതിൽ ഈ സ്ത്രീ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അവർക്കിപ്പോൾ ഇപ്പോഴും കുറ്റബോധമില്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴും അവരുടെ കസ്റ്റഡി തുടരുകയാണ്. ഇനിയിപ്പോൾ മഹാരാഷ്ട്ര ATS ഇവരെ ചോദിക്കുന്നുണ്ട്, ചോദ്യം ചെയ്യാനായിട്ട്. മഹാരാഷ്ട്ര ATS അവർ കോടതിയിൽ ഹർജി സമർപ്പിക്കാൻ പോവുകയാണ്, റിക്വസ്റ്റ് സമർപ്പിക്കാൻ പോവുകയാണ്. അവർക്ക് ചോദ്യം ചെയ്യണം എന്ന്. അവരുടെ നഗരം സംബന്ധിച്ചിട്ടുള്ള മഹാരാഷ്ട്രയിലെ തന്ത്രപ്രധാനപ്പെട്ട മേഖലകൾ സംബന്ധിച്ച ഫോട്ടോസ് ഇവരുടെ കയ്യിലുണ്ട്. അതെന്തിനായിരുന്നു എന്നുള്ളത് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് മഹാരാഷ്ട്ര ATS വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാ സംസ്ഥാനങ്ങളും മൽഹോത്രയ്ക്ക് കാണാൻ പറ്റും. അതെ, കേരളം, പശ്ചിമ ബംഗാൾ, അങ്ങനെയുള്ള കുറച്ച് സംസ്ഥാനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനക്കാരും കൊണ്ടുപോകും ഒരുമാതിരിയൊക്കെ. അങ്ങനെ ബാക്കിയുള്ള സംസ്ഥാനക്കാരൊക്കെ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യും. ഇവിടെ പിന്നെ ഷിപ്പ്യാർഡല്ല, എന്തെടുത്തുകൊണ്ട് പോയാലും ആരും ചോദിക്കത്തില്ല. ശരി.